പോയ കിളിയൊക്കെ തിരിച്ചു വന്നു നമ്മുടെ ഗബ്രിയുടെ. ആ കരച്ചിലൊക്കെ തുടച്ചു കളഞ്ഞിട്ട് ഗബ്രി ഫുൾ ഫൈറ്റ് മോഡിലാണ് ആ ചില്ലുംകൂട്ടിൽ കിടന്ന. ആ നാണമില്ലാത്തവൻ പറയുകയാണ്, ഞാൻ ടാസ്കിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, എന്നെ വാഷ്റൂമിൽ വിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ നാറ്റിക്കും എന്ന്. അപ്പൊ സിബിൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത്ര നേരം ഇല്ലാത്ത മുള്ളാമുട്ടൽ ഇപ്പൊ എവിടുന്ന് വന്നടാ ഗബ്രി എന്ന്. അപ്പൊ ഗബ്രി പറയുന്നു, എന്നെ തുറന്നു വിട്ടില്ലെങ്കിൽ ഞാനിവിടെ നാറ്റിക്കും, ഞാനിവിടെ ഫുൾ തൂറും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ജിൻഡോ പറയുന്നു, അവനൊരു കവർ എടുത്ത് കൊടുക്കടാ, അവന്റെ റൂം അവൻ നാറ്റിച്ചാൽ അവൻ തന്നെ കോരുമെന്ന. ഗബ്രി പവർ ടീമിനെയും ജിൻഡോനെയും നാണം കെട്ടവര് എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിക്കുമ്പോ അവന്റെ വായിക്കകത്തുനിന്ന് വീഴുന്ന തീട്ട വർത്താനം എന്ത് ഡിസ്കസ്റ്റിംഗ് ആണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. നിലവാരം എന്നുള്ള ഒരു സാധനം ഗബ്രിക്ക് ഇല്ല എന്നത് ഗബ്രി ഓൾറെഡി തെളിയിച്ചതാണ്. പക്ഷെ ഇമാതിരി വർത്താനം പറഞ്ഞ് വീണ്ടും തീട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗബ്രി, ഒരു അസഹനീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ജിൻഡോയുടെ മണ്ടയ്ക്ക് കയറുന്നുണ്ട്. ജിൻഡോ ആണല്ലോ ക്യാപ്റ്റൻ. അപ്പൊ സ്വാഭാവികമായിട്ട് ജിൻഡോയുടെ മണ്ടയ്ക്ക് കയറി ജിൻഡോ പറയുന്നു, അവരാണ് എനിക്ക് വോട്ട് ചെയ്തത്, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ല എന്ന്. അത് പുള്ളിയുടെ വായിക്കാതെ വീണ്ടൊരു അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതൊരു ന്യായമായ കാര്യം കൂടിയാണ്. ജിൻഡോയ്ക്ക് വേണ്ടി നിന്നവർക്ക് വേണ്ടി ജിൻഡോ നിന്നാൽ മതി, ഭൂരിപക്ഷം ജിൻഡോയുടെ കൂടെയാണ്. ഇങ്ങനൊരു പവർ ഉണ്ട് എന്ന് ഗബ്രിയൊക്കെ നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ജിൻഡോയെ ഒറ്റയ്ക്ക് പൂട്ടിയിട്ടാനെ അതിനകത്ത് വയൽക്കാടൊക്കെ കയറുന്നതിന് മുമ്പ് ആ രീതിയിൽ കളിച്ചേനെ ജിൻഡോയ്ക്കെതിരെ. ജിൻഡോയുടെ മാനസിക പരിഗണന കാണിക്കാതെ, ആ മനുഷ്യന്റെ പവർ പോലും കണക്കിലെടുക്കാതെ വീട് മൊത്തം തൂത്ത് വാരിപ്പിച്ച ആളാണ് നമ്മുടെ അർജുൻ റസ്മിനും ഒക്കെ. ആ മനുഷ്യനെ വളരെ മോശമായ വാക്കുകൾ വിളിച്ച ആളുകളാണ് ജാസ്മിനും ഗബ്രിയും. അപ്സരയും കുറെയൊക്കെ മോശമായ വാക്കുകൾ വിളിച്ചിട്ടുണ്ട്. ഇവരൊക്കെയാണ് അതിനകത്ത് കിടക്കുന്നത് എന്ന് ഓർക്കണം. അപ്പൊ സ്വാഭാവികമായും വുമൺ കാർഡ്, പിന്നെ ഹ്യൂമാനിറ്റി കാർഡ്, അതേപോലെ ഹെൽത്ത് കാർഡ് എല്ലാം എടുത്തിടുന്നുണ്ട്. ഗബ്രിയുടെ വയറിന് പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്, ജാസ്മിന് പീരിയഡ്സ് ആണെന്ന് പറയുന്നുണ്ട്, പിന്നെ പവർ ടീമിലുള്ള സിബിനെ ഉളുപ്പില്ലാത്തവനെ എന്ന് ഗബ്രി വിളിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഫുൾ കോമഡിയാണ്, അംഗം വെട്ട് സീനാണ്. അതേപോലെ ജിൻഡോ കുനിഞ്ഞു നിന്നു എന്ന് ഗബ്രി പറയുന്നുണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്. ഈ വാക്കുകൾക്ക് ഗബ്രി മാപ്പ് പറയണം, പറയാതെ ഡെന്റിയം തുറക്കില്ല എന്നൊരു തീരുമാനം പവർ ടീം എടുക്കുന്നു. ജാസ്മിന്റെ എല്ലാമാണ് നീ, ജാസ്മിന് വേണ്ടി മാപ്പ് പറഞ്ഞാൽ നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് പവർ ടീം പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് മറ്റുള്ള ഹൗസ്മേറ്റ്സും പവർ ടീമും ക്യാപ്റ്റനും എല്ലാം ഒത്ത് കൂടി ചർച്ച ചെയ്യുന്നുണ്ട് ഒരു ഗാർഡൻ ഏരിയ വെച്ചിട്ട്. ഗബ്രിയുടെ ഈഗോയാണ് ജാസ്മിനേക്കാൾ അവന് വലുത്, ഹെൻസ് പ്രൂവ്ഡ്. അവരുടെ ഒരു പ്രണയ നാടകമാണ്, ഫേക്ക് ലവ് ആണ് എന്ന് സിബിൻ പറയുന്നു. അത് കറക്റ്റാണ്, ഞാൻ ആലോചിച്ചപ്പോഴും കറക്റ്റ് തന്നെയാണ്. ജാസ്മിനോട് ഇത്രയും സ്നേഹമുള്ള ഗബ്രി ഒന്ന് താഴ്ന്നു കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. ഗബ്രിക്ക് ഒരു സോറി പറഞ്ഞാൽ എല്ലാവർക്കും അവിടെ നിന്ന് ഇറങ്ങാം. ഈഗോയ്ക്ക് ജാസ്മിനേക്കാൾ സ്ഥാനം ഗബ്രി കൊടുക്കുന്നുണ്ട് എങ്കിൽ ഗബ്രിയുടെ ഫ്രജൈൽ ഈഗോ അല്ലെങ്കിൽ മുഖം മൂടി ജാസ്മിനേക്കാൾ വലുതാണ് എങ്കിൽ അവൻ അതിനകത്ത് കിടക്കട്ടെ എന്ന് എനിക്കും പറയാനുള്ളൂ. ഈ കാര്യത്തിൽ 100 അല്ല 101% ന്യായം പവർ ടീമിന്റെ ഭാഗത്താണ്. പീരിയഡ്സും ഹെൽത്ത് കണ്ടീഷനും ഒന്നും ഇതിൽ കൺസിഡറബിൾ ആയിട്ടുള്ള കാരണങ്ങളേ അല്ല. ഗെയിമിന് വേണ്ടി ഇതൊക്കെ എടുത്തിട്ട് അവർ രണ്ടുപേരും വെറും കച്ചറകളാണ് എന്ന് വീണ്ടും തെളിയിച്ചു എന്ന് മാത്രം. പക്ഷെ ഇപ്പോഴും ഗബ്രി സോറി പറഞ്ഞാൽ തുറന്നു വിടും എന്നൊരു കാര്യമാണ് പവർ ടീം പറയുന്നത്. നമുക്ക് നോക്കാം തുറന്നു വിടുമോ എന്ന്. എന്തായാലും ലൈവില് കുറെ നേരമായിട്ട് ഫുൾ അംഗം വെട്ട് സീനാണ്. കുരുക്ഷേത്ര യുദ്ധം എന്ന് തന്നെ പറയാം. ഒരു രക്ഷയുമില്ല, വേറെ ലെവൽ.